ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആണ്. ലൈവിൽ ഇപ്പോഴും അനുമോൾ അനീഷ് ആ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു പ്രപ്പോസൽ കാര്യങ്ങളൊന്നും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല കേട്ടോ. അവിടെയുള്ള മത്സരാർത്ഥികൾ വീണ്ടും ഈ കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോളും അനീഷും മാറി നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അവർ വേറെ സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് ഷാനവാസ്, ശൈത്യ, ആദില, നൂറ ഇവർ മാറി നിന്ന് സംസാരിക്കുകയാണ് അനുമോളെ പറ്റിയിട്ട്. ശൈത്യ പറയുന്നുണ്ട് അനുമോൾ ശരിക്കും അനീഷിനോട് ഫേക്ക് ഒരു റിലേഷൻഷിപ്പ് കാണിച്ച് മുതലാക്കുകയായിരുന്നു, അയാളെ ഡൗൺ ആക്കുകയായിരുന്നു എന്നുള്ള രീതിക്ക് ശൈത്യ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ആണെങ്കിലും പറയുന്നുണ്ട് ശരിക്കും അവളത് അങ്ങനെ അവളുടെ ഗെയിമായിരുന്നു അത്, ലവ് ട്രാക്ക് പിടിക്കുക എന്നുള്ളത്. അനീഷ് എന്നോട് പറഞ്ഞിരുന്നു, എന്നോട് കാണിച്ചതൊക്കെ എനിക്ക് അങ്ങനെ സ്നേഹമുള്ളതായിട്ട് തോന്നി, അത് സത്യമാണ്. കാരണം അവൾ കുറച്ച് ഓവറായിരുന്നു, അങ്ങനെയായിരുന്നു അനീഷിനോട് അവൾ കാണിച്ചിരുന്നത്. ഇപ്പോൾ തെറ്റിനെതിരെ നിൽക്കുന്ന ഒരാളായി, തെറ്റ് കണ്ടാൽ അവിടെ റിയാക്ട് ചെയ്യുന്ന ആളായിരുന്നു അനീഷ്. ആ അനീഷിന് പോലും ചില സമയങ്ങളിൽ അനുമോളുടെ കൂടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ നിൽക്കുക. ഇത് ശൈത്യാണെങ്കിലും പറയുന്നുണ്ട്. ഷാനവാസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനീഷ് അനുമോളോടാണ് ഇഷ്ടം പറഞ്ഞത്, അപ്പോൾ അവരിൽ തീരണമായിരുന്നു. അനീഷ് വേറൊരാളുടെടുത്തും ഷെയർ ചെയ്തിട്ടില്ല, അത് ശരിയാണ് കേട്ടോ. അനുമോൾ എല്ലാവരോടും കൊട്ടിഘോഷിക്കുകയായിരുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നത് അനുമോൾ അത് നേരെ ഇവരുടെ അടുത്ത് രണ്ടുപേരടുത്തും പറഞ്ഞു, അതിലെടുത്തും നൂറെടുത്തും പറഞ്ഞു, എൻ്റെ അടുത്തും പറഞ്ഞു. ഇത് വലിയൊരു കണ്ടൻ്റ് ആക്കി എടുക്കാൻ അവൾക്ക് ഭയങ്കര ഉത്സാഹമുള്ളത് പോലെ എനിക്ക് തോന്നിയത്. അതിപ്പോൾ ലാലേട്ടൻ ചോദിച്ചപ്പോൾ പോലും അവൾ അവിടെ നോ പറഞ്ഞില്ല, അവളത് ഫ്രണ്ടാണെന്നാക്കി, ഞങ്ങളോട് ബ്രദറാണെന്ന് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദിൽ നൂറയാണെങ്കിലും പറയുന്നുണ്ട് അപ്പോൾ ആ അനീഷ് ഏട്ടൻ ഒരുപാട് പ്രതീക്ഷയായിരുന്നു, അവളെ ഭയങ്കര കെയറിങ് ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. ശൈത്യ ആണെങ്കിലും പറയുന്നുണ്ട് ഒരാളുടെ ഇമോഷൻസ് വെച്ച് കളിച്ചത് വളരെ മോശമായിപ്പോയി, അവൾ അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടായിരിക്കുമല്ലോ അനീഷ് ഏട്ടന് അങ്ങോട്ട് ഇഷ്ടം തോന്നിയിരിക്കുക എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അനീഷേട്ടൻ്റെ ആർമി പേടിച്ചിട്ടാണ് അവൾ നോ പറയാതെ ഇരുന്നത് എന്നാണ് ആദില നൂറയും പറയുന്നത്. അവൾക്ക് നല്ലൊരു പേടിയുണ്ട്, അവരുടെ ആർമി, അനീഷേട്ടൻ്റെ ആർമി ഇവളെ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ട്, അതുകൊണ്ടാണ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് പറയണം എന്നുള്ളതൊക്കെ പറയുന്നത്. അപ്പോൾ എന്നിട്ട് പിന്നെ ആദില നൂറയും പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് അവൾ ഇപ്പോഴെങ്കിലും അത് അനീഷേട്ടനോട് പറഞ്ഞത്, അല്ലെങ്കിൽ അവളത് പറയാതെ കണ്ടൻ്റാക്കി തന്നെ എടുക്കാമായിരുന്നു എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കുന്നുണ്ട്. ഷാനവാസ് ആണെങ്കിലും ആദില നൂറയാണെങ്കിലും ഒക്കെ പറയുന്നത് അനീഷിൻ്റെ പ്രണയം ശരിക്കും റിയൽ ആയിരുന്നു, ഫേക്ക് അല്ലായിരുന്നു, ഗെയിമിന് വേണ്ടി യൂസ് ചെയ്തത് അനുമോളാണ് എന്നുള്ള രീതിക്കാണ് അവർ സംസാരിക്കുന്നത്.